എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചില്ലി ചിക്കൻ നമ്മുടെ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി, പൊറോട്ട, നാൻ ഇവയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റോട് കൂടി ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ 800 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റാണ്. നിങ്ങൾക്ക് മുഴുവൻ ചിക്കൻ വേണമെങ്കിലും എടുക്കാം. ഇത് വിനാഗിരിയിൽ കഴുകിയെടുത്തുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ. ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ അകത്ത് ഒട്ടും വെള്ളമയം കാണല് കേട്ടോ. ചിക്കൻ്റെ വെള്ളമെല്ലാം വാർന്നു പോയിട്ട് വേണം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് നല്ല പൗഡർ പോലെ പൊടിച്ചെടുത്തതല്ല, തരിതരിയായിട്ട് പൊടിച്ചെടുത്തതാണ്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൊണ്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് ഇളക്കിയെടുക്കണം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരമണിക്കൂർ കുറഞ്ഞത് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 2-3 മണിക്കൂർ വെക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൻ്റെ താഴത്ത് തട്ടി വെച്ചാൽ മതിയേ. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി 2 വലിയ സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. സവാള ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇതളുകളൊക്കെ ഇങ്ങനെ അടർത്തി മാറ്റി വെക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇതളുകളൊക്കെ ഇതുപോലെ അടർത്തി മാറ്റി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ ക്യാപ്സിക്കം ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ ബോട്ടം സൈഡ് ഉണ്ടല്ലോ, വൈറ്റ് പോർഷൻ, അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുക്കുക. 15 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ മുൾഭാഗം ഉണ്ടല്ലോ, തണ്ട്, അതും ഇതുപോലെ അരിഞ്ഞ് മാറ്റി വെക്കുക. ഇനി നമുക്ക് സോസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. ചില്ലി ചിക്കന് നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നല്ലതായിട്ട് മിക്സ് ചെയ്തങ്ങ് മാറ്റി വെക്കുക. അടുത്തതായിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ഇതും അങ്ങ് മാറ്റി വെക്കാം. ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തീ കുറച്ചിട്ട് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് കട്ടിയായി പോകരുത് ചിക്കൻ കേട്ടോ. അതിൻ്റെ പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഒക്കെ നല്ല ജ്യൂസി ആയിട്ടും ഇരിക്കണം. ചിക്കൻ നല്ലതായിട്ട് വേകുകയും വേണം. ഈ രീതി വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ 3 ട്രിപ്പായിട്ടാണ് ചിക്കനോട് ഫ്രൈ ചെയ്തെടുത്തത്. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന എല്ലാം ഹൈ ഫ്ലെയിമിലിട്ടാണ്, ഒരിടത്തും തീ കുറയ്ക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇതുപോലെ റെഡിയാക്കി അടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു, 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് ഇതിലോട്ടങ്ങ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ സ്പ്രിംഗിൻ്റെ ബോട്ടം സൈഡ് ഇതൊക്കെ ഉണ്ടല്ലോ, അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി ഇതൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയമാകുമ്പം എടുത്ത് വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം ഇതുണ്ടല്ലോ, ഇതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുകൊണ്ട് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി വരണം. ഒത്തിരി അങ്ങ് സോഫ്റ്റായി പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്നൊരു ക്രിസ്പി ആയിട്ടിരിക്കണം. എന്നാലും നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയും ക്യാപ്സിക്കൊക്കെ ഈ ഒരു പരുവാണ് ആയി വരേണ്ടത്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ, അത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇളക്കി ഇതിനെ മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. ഇവിടെ നിന്ന് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഓൾറെഡി വെന്തതാണ്. ഇനി ഇത് വേവിക്കാനായിട്ടൊന്നുമില്ല. ഇനി നമ്മളിത് വേവിച്ചെടുക്കത്തൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ സോസുമായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര ഇട്ട് കൊടുത്താൽ മധുരമൊന്നും വരത്തില്ല കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കണേ. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം കോൺഫ്ലോർ അടിയിൽ പോയിട്ട് വെള്ളം മോളി വന്ന് കിടക്കും. അതുകൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ചുറ്റിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അന്നേരം തന്നെ ഗ്രേവി നല്ലതായിട്ട് കുറുകി വരും കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ മുകളിലത്തെ തണ്ടുണ്ടല്ലോ, ആ തണ്ട് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. തിളച്ച് വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഗ്രേവി ഒട്ടും കാണത്തില്ല കേട്ടോ. നല്ല കുറുകിയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പോലെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ 1.5 കപ്പ് വെള്ളം ആ സോസിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചില്ലി ചിക്കൻ ഇവിടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.